അണ്ടത്തോട് പെരിയമ്പലം കാട്ടുപുറം സുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി ആധ്യാത്മിക സദസ്സ് നടത്തി. ശബരിമല മാളികപ്പുറം മുൻമേൽശാന്തി ഡോക്ടർ മനോജ് എമ്പ്രാന്തിരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രൻ തട്ടകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആത്മീയ പ്രഭാഷകൻ PM വ്യാസൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്ര നവീകരണത്തിന് മുഖ്യ പങ്കുവഹിച്ചിരുന്ന 1.5 മാസം മുമ്പ് മരണപ്പെട്ട ചന്ദ്രശേഖരന്റെ ഫോട്ടോ അനാച്ഛാദനം ഗുരുവായൂർ മഞ്ചരിസ് ചെയർപേഴ്സൺ അമ്പിളി സോമൻ നിർവഹിച്ചു. പണ്ടുകാലത്ത് ശ്രീലങ്കയിൽ നിന്നെത്തി പെരിയമ്പലത്ത് ക്ഷേത്രം സ്ഥാപിച്ച ഗോവിന്ദസ്വാമികളുടെ കുടുംബ പ്രതിനിധികളെയും പ്രദേശത്തെ വിവിധ കുടുംബക്ഷേത്രങ്ങളിലെ പ്രതിനിധികളെയും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ജില്ലാ പ്രസിഡന്റ് കണ്ണൻ പന്താവൂർ, സെക്രട്ടറി പ്രകാശൻ തവനൂർ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി സന്തോഷ് ആലിപ്പുരയ്ക്കൽ സ്വാഗതവും ട്രഷറർ സുമേഷ് കൊട്ടാവളപ്പിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് ആചാര്യവരണത്തോടുകൂടി നവീകരണ കലശ പരിപാടികൾ ആരംഭിച്ചു. മെയ് 1 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടിയാണ് നവീകരണ കലശം നടത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗുരുവായൂർ മഞ്ചരിസ് ചെയർപേഴ്സൺ അമ്പിളി സോമന്റെ നേതൃത്വത്തിൽ സ്കന്ദ പുരാണ പാരായണവും ലളിതാ സഹസ്രനാമ സമൂഹാർച്ചനയും പ്രാദേശിക സംഘടനകളുടെ നൃത്തസന്ധ്യയും അന്നദാനവും ഉണ്ടായിരിക്കും. 27-ന് വൈകിട്ട് 3 മണിക്ക് ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രം ഇരിങ്ങാലക്കുട ചെയർമാൻ L. ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രഭാഷണമുണ്ടാകും. മെയ് 1 മേടമാസം 18-ന് വെള്ളിയാഴ്ച രാവിലെ 10:11 മുതൽ 11:16 വരെയുള്ള മുഹൂർത്തത്തിൽ മിഥുനം രാശിയിൽ പ്രതിഷ്ഠ നടത്തും. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രമേൽശാന്തി താമരത്ത് ശിവദാസനും നേതൃത്വം നൽകും. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. തന്ത്രി ഒരു പക്ഷേ പ്രതിഷ്ഠ കഴിച്ചാൽ തന്ത്രി പോകും. പിന്നെ അടുത്ത വർഷം ഒരു പ്രതിഷ്ഠാദിനത്തിനേ വരുള്ളൂ. നിങ്ങളൊരു ദിവസം മുട്ടുശാന്തിക്ക് ആളില്ല എന്ന് പറഞ്ഞാൽ തന്ത്രി അടുത്ത് പോയാൽ തന്ത്രി ചിലപ്പോൾ തിരിഞ്ഞു നോക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ചുറ്റുപാട് എത്തിയിട്ടുണ്ട്. വളരെ ഖേദകരമാണ്. കാരണം ഒരു പ്രതിഷ്ഠ കഴിച്ചാൽ ആ ക്ഷേത്രത്തിൽ ഒരു പൂജയ്ക്ക് മുടക്കം വന്നാൽ ആ തന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് അവിടുത്തെ പൂജ മുടങ്ങാതെ നിർവഹിക്കാൻ. തന്റെ ശിഷ്യന്മാരിൽ ഒരാളെ ആ തന്ത്രി ആ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കണം ആ നിശ്ചിത ദിവസങ്ങൾക്ക്.